നമസ്കാരം. കൊലപാതകി ബലാത്സംഗവീരൻ ഗോവിന്ദസ്വാമിയെ കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിച്ചതാണ് എന്നുള്ള ചില വാർത്തകൾ ഒരു സമയത്തുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് മാധ്യമങ്ങളിൽ കത്തി നിന്ന സർക്കാരിനെതിരെയുള്ള CPM-നെതിരെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഗോവിന്ദസ്വാമി അല്ലെങ്കിൽ ഈ ഒരു കൈയുള്ള മനുഷ്യൻ ഇത്രയും വലിയ മതിലൊക്കെ എങ്ങനെ ചാടിക്കിടക്കും എന്ന് ആൾക്കാർ ഇപ്പോഴും അത്ഭുതപ്പെടുകയാണ്. ഇയാളിപ്പോൾ ജയിലിൽ തിന്ന് ചീർക്കുകയാണ് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. 18 കിലോ കൂടി ജയിലിൽ സുഖവാസമാണ്. ഇയാളെ ഇരുത്തി തീറ്റിക്കുകയാണ്. കാരണം ഇയാളെ കൊണ്ട് പല ആവശ്യങ്ങളും പലർക്കും കാണുമായിരിക്കും. അപ്പം സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണോ എന്നറിയില്ല, ഇനി അയാൾ വിശന്നിട്ട് കഴിച്ചതാണോ എന്നറിയില്ല. ഇയാൾ ജയിൽ ചാടാൻ വേണ്ടി 2 ചപ്പാത്തിയൊക്കെ കഴിച്ച് വെയിറ്റ് കുറച്ചിരുന്നു, വണ്ണം കുറച്ചിരുന്നു. ഇപ്പോൾ ഇയാൾ 18 കിലോ കൂടി 55-ൽ നിന്ന് 73 കിലോഗ്രാം ആയി എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തയായി വരുന്നത്. ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു വിലയിരുത്തലോ വേണ്ട കാര്യമാണോ എന്നറിയില്ല. എന്നാൽ പോലും 74 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഗോവിന്ദസ്വാമി ജയിൽ ചാട്ടത്തിനായി 10 മാസം കൊണ്ട് 55 കിലോയാക്കി കുറച്ചിരുന്നു. 2011 നവംബർ 12-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയ ഗോവിന്ദസ്വാമി 2024 ജൂലൈ 24-നാണ് ജയിൽ ചാടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. പരോളില്ല, നല്ല ഭക്ഷണമില്ല, ജയിൽ ജീവിതം മടുത്തു. ജയിൽ ചാട്ടത്തിന് കാരണമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് ഇയാൾ ഇക്കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നല്ല ഭക്ഷണമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ജയിലിലാണ് ഏറ്റവും രുചികരവും ഏറ്റവും സമൃദ്ധവും പോഷക സമൃദ്ധവുമായ ഭക്ഷണമുള്ളത്. വേറെ ആരും പറയുന്നതല്ല, ഞാനാണ് പറയുന്നത്. കാരണം 19 ദിവസം ജയിൽവാസം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തീർച്ചയായിട്ടും അത് പറയാം, അനുഭവമാണ്. കണ്ണൂർ പ്രത്യേകിച്ചും ഈ സെൻട്രലൈസ്ഡ് പ്രസൻസിലൊക്കെ കുറെ കൂടി വിപുലമായ, ഞാൻ കിടന്നത് എറണാകുളം ജില്ലാ ജയിലിലാണ്, കാക്കനാട്. കണ്ണൂർ സെൻട്രൽ ജയിലിലൊക്കെ പൂജപ്പുരയും ഒക്കെ, അതുപോലെ തൃശ്ശൂർ വിയൂരൊക്കെ തന്നെ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്, നല്ല ക്വാളിറ്റി ഫുഡാണ് കൊടുക്കുന്നത്. എന്തായാലും അതൊക്കെ കഴിച്ച് 18 കിലോ കൂടി 55-ൽ നിന്ന് 73-ൽ എത്തിയിരിക്കുന്നു ഗോവിന്ദസ്വാമി. ഇനി ഉടനെ ഒരു ജയിൽ ചാട്ടം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ശരി, ഇയാളെ തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എപ്പോഴും കാണിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണിക്കുന്ന കാര്യമാണ്, ജയിലിൽ ഇത്രയും ക്രൂരമായി ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു വ്യക്തിയെ ജയിലിൽ ഇത്രയും സുഖവാസം അനുഭവിപ്പിച്ച് നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കൊടുത്ത് തട്ടിച്ച് ഉരുണ്ട് നല്ല കൊഴുത്ത് അങ്ങനെ ആക്കുന്നത് എന്തിനാണ്? ഇവരെയൊക്കെ ഉത്തർപ്രദേശിൽ ചെയ്യുന്നത് പോലെ അങ്ങ് തീർത്ത് കളയുകയല്ലേ വേണ്ടത് തുടങ്ങിയ അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നിയമ സംവിധാനത്തിൽ അതില്ലാത്തത് കൊണ്ടും അത് നിയമത്തിന്റെ വഴിയല്ലാത്തത് കൊണ്ടും ഇതിപ്പം തുടരുകയല്ലാതെ പല മാർഗമില്ല. എന്തൊക്കെയായാലും പരോളില്ല ഇയാൾക്ക്, നല്ല ഭക്ഷണമാണ്, തിന്നു കൊഴുക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഒരു ജയിൽ ചാട്ടത്തിനുള്ള സ്കോപ്പ് ഏതായാലും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ജയിൽ ചാടിച്ചതാണോ, ഇയാൾ തന്നെ ചാടിയതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. ആ കേസിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാധ്യമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ഗോവിന്ദസ്വാമിയെ കൊണ്ട് ജയിൽ ചാടിച്ചു. വേറൊരാൾ ചാടിയാൽ ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടില്ല. ഇയാൾ തന്നെ ചാടിയാലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തുറന്നു കൊടുത്ത് വിട്ടതാണോ, ചാടിച്ചതാണോ, എന്നിട്ട് ചാടി എന്ന് പറഞ്ഞതാണോ തുടങ്ങിയ കാര്യങ്ങൾ അന്ന് PV അൻവറൊക്കെ ഈ കാര്യം ഉന്നയിച്ചു. അൻവറക്കയോട് നമുക്ക് മറ്റു പല വിഷയങ്ങളിലും എതിർപ്പുണ്ട്. എന്നാലും ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞതിനോട് ചിലപ്പോൾ നമുക്ക് ചില ലോജിക്കുകൾ വെച്ച് യോജിക്കേണ്ടി വരും. കാരണം എങ്ങനെ ചാടും, ഇത്രയും വലിയ മതിൽ ചാടുന്നു. അതുപോലെ ജയിലിലെ സുരക്ഷയെക്കുറിച്ചൊക്കെ, സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളൊക്കെ അത് കാണുന്നതുമാണ്, കണ്ടതുമാണ്. അപ്പം അതൊക്കെ ചാടുക പ്രയാസമാണ്. അപ്പൊ ചാടിച്ച് തന്നെയാവാനാണ് സാധ്യത. എന്തൊക്കെയായാലും തിന്നു കൊഴുക്കുകയാണ്. 18 കിലോ കൂടി 55-ൽ നിന്ന് 73 ആയി. ഇനിയും കുറച്ചുകൂടി കാര്യമാകട്ടെ, ഒരു 100 കിലോയിൽ എത്തിക്കണം ഗോവിന്ദസ്വാമിയുടെ വെയിറ്റ്.